നമസ്കാരം. എല്ലാവർക്കും KSR ക്ലാസിൻ്റെ 18ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ DA കുറിച്ചുള്ള ചർച്ച തുടരുകയാണ്. ഹോൾട്ടുമായി ബന്ധപ്പെട്ടാണ് DA ഒരു ഓഫീസർ ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി ഉള്ള ഒരു യാത്രയിൽ അദ്ദേഹം ഹോൾട്ട് ചെയ്യുമ്പോൾ, ഒരു ഔട്ട് സ്റ്റേഷനിൽ ഹോൾട്ട് ചെയ്യുമ്പോൾ ആ ഹോൾട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഏതെല്ലാം വിധത്തിൽ DA നൽകാം, അതിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സർക്കാർ ഓഫീസേഴ്സ് വെൻ ദേ ആർ in an official tour and the distance that they have to cover in connection with the official journey is beyond 200 kilometers, then they are eligible to take an intermediate halt. ഒരു ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വേണമെങ്കിൽ ഒരു ഹോൾട്ട് എടുക്കാം. എങ്ങനെയാണെങ്കിൽ the distance as a part of their journey, if they have to cover a distance which is more than 200 kilometers, 200 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ഹോൾട്ട് എടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഒരു ഓഫീസർ തിരുവനന്തപുരത്തേക്ക് ഒരു ഒഫീഷ്യൽ ട്രിപ്പ് പോവുകയാണ്, ഔദ്യോഗിക സംബന്ധമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര പോവുകയാണ്. അദ്ദേഹത്തിന് കോഴിക്കോട് നിന്ന് കയറി നേരെ തിരുവനന്തപുരം വരെ ഒറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്തു കൊള്ളണം എന്നില്ല. ഓൺ ദ വേ ഹി ക്യാൻ ടേക്ക് ആൻ ഇൻ്റർമീഡിയറ്റ് ഹോൾട്ട്. അപ്പോൾ അതൊരു ഹോൾട്ടാണല്ലോ, സർക്കാർ അനുവദിച്ച ഒരു ഹോൾട്ടാണല്ലോ. എന്നാൽ ആ ഹോൾട്ടിന് നോ DA, ആ ഹോൾട്ട് നിങ്ങൾക്ക് DA കിട്ടില്ല. സ്വന്തം ചിലവിൽ ഹോൾട്ട് ചെയ്യണം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന യാത്ര പബ്ലിക് കൺവേയൻസിലാണെങ്കിൽ, ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ആണെങ്കിൽ, പബ്ലിക് കൺവേയൻസിലാണെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ ടു ഗിവൺ വിത്ത് ദ DA നിങ്ങൾക്ക് നൽകില്ല. ബട്ട് യു ക്യാൻ ടേക്ക് an intermediate halt at your own cost. But if the journey that you are performing is in an official vehicle, നിങ്ങളത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിളിലാണ് യാത്ര ചെയ്യുന്നത്, 200 കിലോമീറ്ററിലധികം ദൂരം നിങ്ങൾക്ക് യാത്ര ഉണ്ട്, ആൻഡ് യു ആർ പെർഫോമിങ് ദാറ്റ് ജേർണി ഇൻ എൻ ഒഫീഷ്യൽ ഓർ ഇൻ എ ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിൾ, അങ്ങനെയാണെങ്കിൽ ഫോർ ദ സെയിം ഹോൾട്ട്, ദ സെയിം ഇൻ്റർമീഡിയറ്റ് ഹോൾട്ട്, half DA will be given for that intermediate halt. എന്താണോ നിങ്ങളുടെ DA അതിൻ്റെ പകുതി നിങ്ങൾക്ക് നൽകും. എങ്ങനെയാണെങ്കിൽ if the journey is in a department vehicle യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ജേണിക്ക് ഹാഫ് DA കിട്ടും. ജേണിക്കല്ല, ആ പിന്നെ ഹോൾട്ടിന് ഹാഫ് DA കിട്ടും. അത് ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഹോൾട്ട്, ഇൻ്റർമീഡിയറ്റ് ഹോൾട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. 200 കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഇൻ്റർമീഡിയറ്റ് ഹോൾട്ട് എടുക്കാനുള്ള, കഴിഞ്ഞാലെന്നല്ല, 200 കിലോമീറ്ററിലധികം ദൂരം യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിലാണ് ഇൻ്റർമീഡിയറ്റ് ഹോൾട്ട് എടുക്കാനുള്ള അവസരം. അത് പബ്ലിക് കൺവേയൻസിലാണെങ്കിൽ നോ DA ഫോർ ഇൻ്റർമീഡിയറ്റ് ഹോൾട്ട്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഇൻ എ ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിൾ, then the officer is eligible for half DA for that intermediate halt. ഇനി നമ്മൾ പറയുന്നത്, ഇതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിളിലാണ് നിങ്ങൾ യാത്ര പോകുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ MA കുറിച്ച് പറഞ്ഞ സമയത്ത് MA എന്ന് പറഞ്ഞാൽ the allowance that an officer is getting while he is on travel ആണല്ലോ. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓഫീസർക്ക് ലഭിക്കുന്നതാണ് MA എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ യാത്ര ഇഫ് ഇറ്റ് ഈസ് പെർഫോംഡ് ഇൻ എ ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിളിലാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് MA ലഭിക്കില്ല. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിൾ പോകുന്ന നിങ്ങൾക്ക് അതിന് ഫെയർ വരുന്നില്ല. അപ്പോൾ ചോദിക്കും ഇൻസിഡൻ്റൽ എക്സ്പെൻസ് എന്താ ചെയ്യുക എന്നുള്ളത്. അവിടെയും നിയമം പറയുന്നത് ആദ്യത്തെ 200 കിലോമീറ്റർ ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിളിൽ പോകുമ്പോൾ for the first 200 kilometers no MA
എന്ന് തന്നെയാണ് പറയുന്നത്. നോ എം എ മീൻസ് നോ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ്. അങ്ങനെയാണല്ലോ, ഫെയർ ഇല്ലല്ലോ. അപ്പോൾ ഇൻസിഡൻ്റൽ എക്സ്പെൻസ് ആദ്യത്തെ 200 കിലോമീറ്ററിന് വരെ ഇൻസിഡൻ്റൽ എക്സ്പെൻസ് ഇല്ല. ഇനി 200 കിലോമീറ്ററും കഴിഞ്ഞ് നിങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. എങ്ങനെ? ഓൺ ഒഫീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിൾ. ദ ജേർണി ഈസ് പെർഫോമിംഗ് ബിയോണ്ട് എ ഡിസ്റ്റൻസ് ഓഫ് 200 kilometers. Then what would be the actual MA given for the remaining distance? Means if you covered a distance of 300 kilometers in a department vehicle, you covered 100 kilometers more than the allowed or the more than the prescribed 200 kilometers. 200 കിലോമീറ്റർ വരെയാണല്ലോ നിങ്ങൾക്ക് എം എ ഇല്ല എന്ന് പറഞ്ഞത്. 300 കിലോമീറ്റർ വരെ ദൂരം നിങ്ങൾ ഒഫീഷ്യൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിൾ യാത്ര ചെയ്തെങ്കിൽ 100 കിലോമീറ്റർ ഈ പറഞ്ഞ ദൂരപരിധിയിൽ നിന്ന് 100 കിലോമീറ്റർ അധികം നിങ്ങൾ പോയി. അങ്ങനെ പോകുമ്പോൾ അതായത് വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് യു കവേർഡ് ബിയോണ്ട് 200 kilometers, യു ആർ എലിജിബിൾ ഫോർ 3/4 of the actual MA given for that additional distance. ഇപ്പോൾ 100 കിലോമീറ്റർ അധികം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ 100 കിലോമീറ്റർ ബൈ റോഡ് ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ ഫെയർ പ്ലസ് ഇൻഷുറൻസ് എക്സ്പെൻസ് നോക്കേണ്ട കാര്യമില്ല. ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു കൺസിഡർ റോഡ് മൈലേജ്, റോഡ് എം എ. ബൈ റോഡ് ആകുമ്പോൾ എന്താണോ എം എ 2.5 rupees per kilometer എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിളിലാണ് പോയത്. അപ്പോൾ ആദ്യത്തെ 200 കിലോമീറ്ററിന് പെർ കിലോമീറ്റർ 2.5 പോയിട്ട് ഒന്നും കൊടുക്കില്ല ആദ്യത്തെ 200 കിലോമീറ്ററിന്. എന്നാൽ അത് കഴിഞ്ഞ് ഉള്ള കിലോമീറ്റേഴ്സിന് 2.5 rupeesൻ്റെ 75%, അല്ലെങ്കിൽ 3/4. അപ്പോൾ മൊത്തം ഒരു 100 കിലോമീറ്റർ വീണ്ടും ഓടിയിട്ടുണ്ടെങ്കിൽ ആ 100 കിലോമീറ്ററിന് ആക്ച്വൽ റോഡ് മൈലേജ് എന്താണെന്ന് വെച്ചാൽ 100 × 2.5 250 കിട്ടും. ആ 250യുടെ 3/4, 250യുടെ 75% ആണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന എം എ. അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്. എം എ, if an officer is traveling by department vehicle, what about his MA? എന്താണ്? ഫസ്റ്റ് 200 kilometers no MA. Then for the remaining kilometers 3/4 of actual MA. യഥാർത്ഥത്തിൽ ബൈ റോഡ് യാത്ര ചെയ്യുമ്പോൾ എന്ത് കൊടുക്കുന്നോ അതിൻ്റെ 3/4. അതാണ് ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിളിൽ യാത്രയും എം എയും തമ്മിലുള്ള ബന്ധം. എഗെയിൻ നമ്മൾ ഡി എയെ കുറിച്ച് പറഞ്ഞു. ഓരോ ഗ്രേഡ് ഓഫീസേഴ്സിനും നൽകാവുന്ന ഡി എയുടെ ആ ടേബിളും നമ്മൾ പരിചയപ്പെട്ടു. ഓരോ ഗ്രേഡ് ഓഫീസേഴ്സിനും ഇൻസൈഡ് സ്റ്റേറ്റും ഔട്ട്സൈഡ് സ്റ്റേറ്റും കൊടുക്കാവുന്ന ഡി എ എമൗണ്ട് എത്രയാണ് എന്ന് നമുക്കറിയാം. ഡി എ നൽകാൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹവേഴ്സ് നമ്മൾ എങ്ങനെയാണ് ഡി എ കൊടുക്കുക എന്ന് നമുക്കറിയാം. മാക്സിമം ഡി എ കൊടുക്കാവുന്ന ദിവസങ്ങൾ ഫോർ ഹോൾട്ട് 90 ആണെന്നും നമുക്കറിയാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഡി എ അലോട്ട് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമ്മൾ പറയാൻ പോണത് 90 days ആണ് ഡി എ മാക്സിമം. Total number of days based on which DA can be given sanctioned to an officer is limited to 90 days എന്ന് നമ്മൾ പറഞ്ഞു. ഈ 90 daysനും ഒരേപോലെ അല്ല ഡി എ കൊടുക്കുക, ഒരേ റേറ്റ് അല്ല ഡി എ കൊടുക്കുക. നമുക്കൊരു ഗ്രേഡ് 1 ഓഫീസറുടെ കഥ എടുക്കാം. ഗ്രേഡ് 1 ഓഫീസറുടെ ഇൻസൈഡ് സ്റ്റേറ്റിലെ ഡി എ എത്രയാ? 600 rupees per day ആണ്. ഒരു ദിവസത്തേക്ക് 600 രൂപയാണ്. അങ്ങനെയാണെങ്കിലും ഒരു ദിവസം 600 രൂപയാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഹോൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ മാക്സിമം 90 days അദ്ദേഹത്തിന് ഹോൾട്ട് കൊടുക്കേണ്ടി വന്നു. ഈ 90 daysലും അദ്ദേഹത്തിന് പെർ ഡേ 600 rupees വെച്ച് കിട്ടില്ല. അവിടെ ചെറിയൊരു വ്യത്യാസം നിയമത്തിൽ പറയുന്നുണ്ട്. ഇഫ് ദ ഹോൾട്ട് ഈസ് ഇൻസൈഡ് ദ സ്റ്റേറ്റ്, കേരളത്തിലാണ് ഹോൾട്ട് എന്നുണ്ടെങ്കിൽ ഫുൾ ഡി എ can be given only for the first 10 days. ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് മാത്രമേ ഈ ഫുൾ ഡി എ കിട്ടുള്ളൂ. ഒരു ഗ്രേഡ് 1 ഓഫീസർ കേരളത്തിനകത്ത്
അദ്ദേഹത്തിൻ്റെ യാത്രകൾ, ഒഫീഷ്യൽ യാത്രകളുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്തുള്ള ഒരു സ്ഥലത്ത് ഹോൾട്ട് ചെയ്യുകയാണെങ്കിൽ, ആൻഡ് ഇഫ് ദ ഹോൾട്ട് ഈസ് കണ്ടിന്യൂയിങ്, then full amount DA shall be given to him for the first 10 days. ആദ്യത്തെ 10 ദിവസം മാത്രമേ ഫുൾ DA കിട്ടുള്ളൂ. ദെൻ പിന്നെയും ഹോൾട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. 10 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ മുഴുവനായില്ല. അയാൾ വീണ്ടും അവിടെ ഹോൾട്ട് ചെയ്യാൻ നിർബന്ധനായി. എന്നാലും തുടർന്ന് വരുന്ന ദിവസങ്ങൾക്ക് ഈ ഫുൾ DA കിട്ടില്ല. പകരം 3/4 കിട്ടുള്ളൂ. 3/4 എന്ന് പറഞ്ഞാൽ 75%. 3/4 കിട്ടുള്ളൂ. അത് എത്ര ദിവസത്തേക്കാ? ഫോർ ദ റിമൈനിങ് 20 days. ഫോർ ദ റിമൈനിങ് 20 days. ഫോർ ദ ഫസ്റ്റ് 10 days ഫുൾ DA, ആൻഡ് ദ റിമൈനിങ് 20 days ഇറ്റ് ഈസ് 3/4. ഇനിയുമുണ്ടല്ലോ ദിവസങ്ങൾ. ഇപ്പോൾ 30 days അല്ലേ ആയിട്ടുള്ളൂ. ഫസ്റ്റ് 10 days, നെക്സ്റ്റ് 20 days, 30 days കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും അദ്ദേഹത്തിന് മാക്സിമം ഒരു 60 ദിവസം കൂടി ഹോൾട്ട് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ. ആ ഹോൾട്ടിന് ഹീസ് എലിജിബിൾ ഫോർ ഹാഫ് DA ഓൺലി. എന്ന് പറഞ്ഞാൽ ഫോർ ദ റിമൈനിങ് 60 days, അടുത്ത 60 ദിവസങ്ങൾക്ക് അദ്ദേഹത്തിന് അനുവദിച്ച DAയുടെ ഹാഫേ കിട്ടുള്ളൂ. ഗ്രേഡ് 1 ഓഫീസർ ആണെങ്കിൽ 300 രൂപയെ പെർ ഡേ കിട്ടുള്ളൂ. എപ്പോൾ? ഫസ്റ്റ് 1 month കഴിഞ്ഞാൽ. ഈ ഫസ്റ്റ് 1 monthൻ്റെ കാര്യം തന്നെയോ, ആദ്യത്തെ 10 ദിവസമാണ് ഫുൾ DA കിട്ടുക. അടുത്ത 20 ദിവസം 3/4 DA ആണ്. 20 ദിവസം 3/4 DA, 75% DA ആണ്. അടുത്ത 60 ദിവസം ഹാഫ് DA മാത്രമേ അദ്ദേഹത്തിന് ലഭിക്കുള്ളൂ. ഓക്കെ, അത് ഇൻസൈഡ് ദ സ്റ്റേറ്റിലാണ്. ഇൻസൈഡ് ദ സ്റ്റേറ്റിൽ. ഇനി ഇതേ ക്രമം ഔട്ട്സൈഡ് ദ സ്റ്റേറ്റിലാണെങ്കിൽ, ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആണെങ്കിലും മാക്സിമം 90 days വരെ അദ്ദേഹത്തിന് ഹോൾട്ട് ചെയ്യാം. അതിന് തടസ്സമില്ല. മാക്സിമം 90 days തന്നെയാണ്. ഇൻസൈഡ് സ്റ്റേറ്റ് ആണെങ്കിലും ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആണെങ്കിലും മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് that a government officer can halt at an outstation is 90 days, whether even if it is inside the state or it is outside the state. സെയിം 9 days തന്നെയാണ്. പക്ഷേ ഈ DAയുടെ ഈ വിതരണത്തിൻ്റെ റേറ്റിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇൻസൈഡ് ദ സ്റ്റേറ്റ് full rate DA is admissible only for first 10 days, whereas if it is outside the state, you are eligible for full rate DA for the first 30 days. ആദ്യത്തെ 30 ദിവസവും അദ്ദേഹത്തിന് എന്ത് കിട്ടും? ഫുൾ റേറ്റിൽ DA കിട്ടും. ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആണെങ്കിൽ 10 ദിവസമല്ല, ഫസ്റ്റ് 30 days ദ ഓഫീസർ ഈസ് എലിജിബിൾ ഫോർ ഫുൾ റേറ്റ് DA. അതൊരു ഗ്രേഡ് 1 ഓഫീസർ ആണെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് DA 750 rupees ആണ്. ആ 750 rupees വെച്ചിട്ട് ഒരു മാസം അദ്ദേഹത്തിന് DA കിട്ടും. അത് കഴിഞ്ഞാൽ 30 days, ഫസ്റ്റ് 30 days കഴിഞ്ഞാൽ റിമൈനിങ് 60 daysന് 3/4 ആണ്. റിമൈനിങ് 60 daysന് 3/4 ആണ്. ഇവിടെ ഇൻസൈഡ് സ്റ്റേറ്റ് ആണെങ്കിലോ ലാസ്റ്റ് 60 daysന്, അതായത് ഫസ്റ്റ് 1 month കഴിഞ്ഞാൽ പിന്നെ വരുന്ന 60 daysന് ഹാഫേ ഉള്ളൂ. ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ അത് 3/4 ആണ്. അതാണ് ഇൻസൈഡ് സ്റ്റേറ്റും ഔട്ട്സൈഡ് സ്റ്റേറ്റും DAയുടെ ഡിസ്ട്രിബ്യൂഷനുള്ള വ്യത്യാസം. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതൊന്നും ബുക്ക് നോക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമല്ല. ടെക്സ്റ്റൊക്കെ നോക്കി വായിക്കാൻ എളുപ്പമല്ല. ഇതൊക്കെ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട നിയമങ്ങളാണ്. നമുക്ക് ബുക്ക് നോക്കി എടുക്കാവുന്ന DA റേറ്റ് മാത്രമാണ്. ബട്ട് ഇത് എടുക്കാൻ പറ്റില്ല എന്നല്ല പറയേണ്ടത്. ബുക്കുമായിട്ടൊരു തറോ നോളേജ് വേണം. എന്നാലേ ഇത് ബുക്കിൽ എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒരു ഇൻഡെക്സ് നോക്കി കണ്ടുപിടിക്കാൻ നമുക്ക് 5 or 10 questions ഒക്കെ അങ്ങനെ ഇൻഡെക്സ് നോക്കി തപ്പി പിടിക്കുമ്പോഴേക്കും നമ്മുടെ ടൈം ഒരുപാട് പോയിട്ടുണ്ടാവും. നമ്മുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടയിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ബുക്ക് നോക്കി കണ്ടുപിടിക്കാം. നമുക്കത് പ്രശ്നമില്ല. ഒരു നിയമം നമുക്ക് ബൈ ഹാർട്ട് അറിഞ്ഞോണമെന്നില്ല. എവിടെയാ, ഏത് ചാപ്റ്ററാണ്, എവിടെയാണ് നോക്കേണ്ട ഒരു ഗൈഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. ഒഫീഷ്യലി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാം. പക്ഷേ എക്സാമിന് അത് പോരാ. ഈ കാര്യങ്ങളൊക്കെ
നമ്മൾ പഠിക്കണം. അതാണ് ഞാൻ പറഞ്ഞത് ഈ ക്ലാസ്സുകൾ ഒക്കെ എക്സാം ഓറിയൻറ്റഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞത് എന്താ, ഇൻസൈഡ് സ്റ്റേറ്റും ഔട്ട്സൈഡ് സ്റ്റേറ്റിലും DA ഡിസ്ട്രിബ്യൂഷനിലെ വ്യത്യാസമാണ്. എന്നാൽ ഇതിലൊരു അപവാദമുണ്ട്. എല്ലാറ്റിനും ചില എക്സെപ്ഷൻസ് ഉണ്ട്, ഇവിടെയുണ്ട്. എന്താ അത് ഇൻസൈഡ് ദ സ്റ്റേറ്റ് തന്നെ 3 സിറ്റീസിലുള്ള ഹോൾട്ടിൻ്റെ DA ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഔട്ട്സൈഡ് ദ സിറ്റി, ഔട്ട്സൈഡ് കേരള എങ്ങനെയാണോ ആ പാറ്റേണിലാണ്, ആ എമൗണ്ടിലല്ല, ആ പാറ്റേണിലാണ്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ആ 3 സിറ്റീസ് എന്ന് ആദ്യം പറയാം. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. ഈ 3 സിറ്റീസിലാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഹോൾട്ട് ചെയ്യുന്നത്. അവിടെ ആ ഹോൾട്ട് ചെയ്യുമ്പോൾ ഇൻസൈഡ് ദ സ്റ്റേറ്റിൽ ഫോർ ദ ഫസ്റ്റ് 10 days ഫുൾ റേറ്റ് DA എന്ന് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും, if the halt is among in these 3 cities, if it is in these 3 cities, തിരുവനന്തപുരം, എറണാകുളം and കോഴിക്കോട് ആണെങ്കിൽ, as we did in the outside state, for the first 30 days full DA shall be given. ഫുൾ DA കിട്ടും. ഏത് റേറ്റ് സ്റ്റേറ്റിൽ റേറ്റ് തന്നെയാണ്. ഗ്രേഡ് 1 ഓഫീസർ ആണെങ്കിൽ 600 രൂപ വെച്ചിട്ടാണ് ഒരു ദിവസം കിട്ടുക. പക്ഷെ ആദ്യത്തെ 10 ദിവസമല്ല, ആദ്യത്തെ 30 days അവിടെ ഫുൾ റേറ്റിൽ DA കിട്ടും. നെക്സ്റ്റ് 60 days 3/4 ഏതിൻ്റെ, ഇൻസൈഡ് കേരള റേറ്റിൻ്റെ, അതായത് ഗ്രേഡ് 1 ഓഫീസേഴ്സ് ആണെങ്കിൽ 600-ൻ്റെ. DAയുടെ വിതരണത്തിൻ്റെ പാറ്റേൺ മാത്രമേ ഔട്ട്സൈഡ് കേരള എന്ന രീതിയിലേക്ക് വരുന്നുള്ളൂ. എമൗണ്ട് ഇൻസൈഡ് കേരള എത്രയാണോ അതന്നെയുള്ളൂ. കാരണം കോഴിക്കോടാണെങ്കിലും എറണാകുളം ആണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും കേരളത്തിലെ മറ്റ് സിറ്റികളിൽ നിന്ന് മറ്റ് വിഭിന്നതൊന്നുമില്ല. പിന്നെ എന്താണ് ഇവിടെ അവിടെ മാത്രം ഈ ഫസ്റ്റ് 30 days ഈ ഫുൾ DA കൊടുക്കും എന്ന് പറയുന്നത്? എന്താ അവിടെ മാത്രം സ്പെഷ്യാലിറ്റി കാണിക്കുന്നത്? അവിടെയാണ് IMG ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉള്ളത്. IMG ട്രെയിനിങ് സെൻറ്റേഴ്സിൽ വെച്ചിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ന് നൽകുന്നത് പല കാര്യങ്ങൾക്കും വേണ്ട ട്രെയിനിങ്ങുകൾ നൽകുന്നത്. അവരുടെ കാലിബർ വർദ്ധിപ്പിക്കാൻ വേണ്ടി, അവരുടെ ആ പ്രൊഫഷൻ ഒന്നും കൂടി പ്രൊഫഷണലൈസ് ചെയ്യാൻ വേണ്ടി പല ഇൻ സർവീസ് കോഴ്സുകളും ട്രെയിനിങ്ങുകളും ഇവിടെ IMG ട്രെയിനിങ് സെൻറ്റേഴ്സിൽ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഫാക്കൽറ്റിയൊക്കെ വന്ന് അവർ അത് വിദഗ്ധമായ ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട്. അതിന് പല വിഭാഗം ജീവനക്കാരെയും ഇവിടേക്ക് ഡെപ്യൂട്ട് ചെയ്യാറുണ്ട്. ആ ട്രെയിനിങ്ങുകൾ ചിലപ്പോൾ 20 ദിവസം, 30 ദിവസം, 1 മാസം, 1.5 മാസം ഒക്കെ നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങുകൾ വരെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുന്നതുകൊണ്ടാണ് അവിടെ മാത്രം ഇങ്ങനെ ഒരു ഭേദഗതി DAയുടെ ഡിസ്ട്രിബ്യൂഷനിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും അതും നിങ്ങൾ ഓർത്തു വെക്കണം. ഇൻസൈഡ് സ്റ്റേറ്റ് തന്നെ 2 വിധത്തിലാണ് DAയുടെ വിതരണം. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഒഴികെയുള്ള ഏത് സിറ്റി ആണെങ്കിലും ഫസ്റ്റ് 10 days ഫുൾ DA കിട്ടുള്ളൂ. നെക്സ്റ്റ് 20 days 3/4 കിട്ടുള്ളൂ. നെക്സ്റ്റ് 60 days ഹാഫേ കിട്ടുള്ളൂ. വേറാസ് ഈ 3 സിറ്റീസിലാണെങ്കിൽ ഫസ്റ്റ് 30 days ഫുൾ DA കിട്ടും. നെക്സ്റ്റ് 60 days 3/4 കിട്ടും. അതാണ് DAയുടെ ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ പറഞ്ഞത് ഈ DAയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, DA ആണ് വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ DAയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ടെമ്പററി ട്രാൻസ്ഫർ എന്ന്. ടെമ്പററി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതും DAയും തമ്മിൽ എന്താ ബന്ധം അത് പറയാം. ആദ്യം ടെമ്പററി ട്രാൻസ്ഫർ എന്താണെന്ന് പറയാം. ടെമ്പററി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അത് എ ട്രാൻസ്ഫർ നോട്ട് എക്സീഡിങ് ഫോർ എ പീരിയഡ് ഓഫ് 2 months 60 days. 2 മാസം, 2 മാസത്തിൽ അധികരിക്കാത്ത ഒരു പീരിയഡിലേക്ക് ഒരു ഓഫീസറെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ടെമ്പററി ട്രാൻസ്ഫർ. 2 മാസം കഴിഞ്ഞാൽ തിരിച്ച് പഴയ പോസ്റ്റിലേക്ക് തന്നെ വരണം. പോസ്റ്റ് അല്ല, പഴയ സ്റ്റേഷനിലേക്ക് തന്നെ വരണം. അതിനെയാണ് ടെമ്പററി ട്രാൻസ്ഫർ എന്ന് പറയുക. വാട്ട് ഈസ് ടെമ്പററി ട്രാൻസ്ഫർ? അപ്പോൾ നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ കാണാം. ടെമ്പററി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇറ്റ് ഇസ് ട്രാൻസ്ഫർ ഫോർ എ പീരിയഡ് നോട്ട് എക്സീഡിങ് 2 months 60 days. അതാണ് ടെമ്പററി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ടെമ്പററി ട്രാൻസ്ഫറിൽ പോകുന്ന ഒരാൾക്ക് അയാൾക്ക് ടൂർ TA പോലെ കണക്കാക്കിയിട്ടാണ് TA കൊടുക്കുക. ട്രാൻസ്ഫർ TA അല്ല കൊടുക്കുക.
കാരണം ട്രാൻസ്ഫർ ടി എയും ടൂർ ടി എയും തമ്മിലുള്ള വ്യത്യാസം, ട്രാൻസ്ഫർ ടി എയിൽ ദ ഓഫീസർ ഈസ് ഷിഫ്റ്റിംഗ് ഫ്രം എ സ്റ്റേഷൻ ടു അനദർ വിത്ത് ഹിസ് ഫാമിലി ആൻഡ് വിത്ത് ഹിസ് ഹൗസ് ഹോൾഡ് ബിലോങ്ങിങ്സ്. എല്ലാം പെറുക്കി കെട്ടിയിട്ടാണ് പോവുക. ട്രാൻസ്ഫർ ടി എ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഹൗസ് ഹോൾഡ് പ്രോപ്പർട്ടീസ്, ഇതെല്ലാം അദ്ദേഹത്തിന് പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമല്ലോ ട്രാൻസ്ഫർ ടി എയിൽ. എന്നാൽ ടൂർ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേക കാര്യത്തിന് വേണ്ടി നമ്മുടെ ഓഫീസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് ആ കാര്യം കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ പഴയ ഓഫീസിൽ നിന്ന് വരിക, ഫാമിലി ആയിട്ടൊന്നുമല്ല പോവുക, ഒറ്റയ്ക്കേ പോകുള്ളൂ. അതുപോലെയാണ് ഈ ടെമ്പററി ട്രാൻസ്ഫർ കണക്കാക്കുക. അതുകൊണ്ടാണ് അവിടെ ടൂർ ടി എ ആണ് കൊടുക്കുക. ഹി ഈസ് നോട്ട് അലൗഡ് ടു ഡ്രോ ട്രാൻസ്ഫർ ടി എ. ഫാമിലി ഷിഫ്റ്റ് ചെയ്യേണ്ട 2 മാസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നതല്ലേ, പിന്നെ എന്തിനാ ഫാമിലി ഷിഫ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് ടെമ്പററി ട്രാൻസ്ഫർ, ഇഫ് എൻ ഓഫീസർ ഈസ് ഓർഡേഡ് with a temporary transfer, the TA given to him is as if he is halting at the new station for a period of 2 months. 2 months maximum ആണ്, നോട്ട് എക്സീഡിങ് 2 months എന്നാണ്. 1 മാസത്തേക്കാവാം, 45 ഡേയ്സിനാവാം, അങ്ങനെ ഏത് വഴിയാവാം. അപ്പോൾ ആ ഡേയ്സ് എന്താണോ അത്രയും ഡേയ്സിന് കണക്കാക്കിയിട്ട് അദ്ദേഹം ആ സ്റ്റേഷനിൽ ഹോൾട്ട് ചെയ്തതായി കണക്കാക്കി അദ്ദേഹത്തിന് എന്ത് കൊടുക്കും? ഹോൾട്ട് ഡി എ കൊടുക്കും. പിന്നെ അങ്ങോട്ട് പോകാനുള്ള MA കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ച് അദ്ദേഹം ട്രാവൽ ചെയ്ത വേ ഓഫ് എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ, ട്രെയിനാണോ ബസ്സാണോ ഏതാണോ അദ്ദേഹത്തിൻ്റെ കണക്ടിവിറ്റി ഉള്ളത് അതനുസരിച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്ന MA കൊടുക്കും. പിന്നെ അവിടെ എത്ര ദിവസമാണോ ആ സ്റ്റേഷനിൽ അദ്ദേഹം ടെമ്പററി ട്രാൻസ്ഫറുമായിട്ട് ചിലവഴിച്ചത് അത്രയും ദിവസത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് 10 days, നെക്സ്റ്റ് 20 days, നെക്സ്റ്റ് 60 days എന്ന രീതിക്ക് അദ്ദേഹത്തിൻ്റെ MA അദ്ദേഹത്തിൻ്റെ DAയും കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഒരു ടെമ്പററി ട്രാൻസ്ഫറുള്ള ഓഫീസറുടെ TA എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ടെമ്പററി ട്രാൻസ്ഫറുള്ള ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത്, ടെമ്പററി ട്രാൻസ്ഫറുള്ള ഒരു ഓഫീസറുടെ ടെമ്പററി ട്രാൻസ്ഫർ അതോറിറ്റിക്ക് വേണമെങ്കിൽ അത് പെർമനന്റ് ട്രാൻസ്ഫർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു പാർഷ്യൽ മോഡിഫിക്കേഷൻ ഓഫ് ദ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഓർഡർ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അത് മോഡിഫൈ ചെയ്തു, അത് ഒറിജിനൽ ട്രാൻസ്ഫർ ആയി. അങ്ങനെ ഒറിജിനൽ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ടൂർ TA ഹി ഈസ് എലിജിബിൾ ഫോർ ട്രാൻസ്ഫർ TA. ട്രാൻസ്ഫർ TA വാങ്ങിക്കാം അദ്ദേഹത്തിന്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അദ്ദേഹത്തിന് ഏത് വേണം അദ്ദേഹം കണക്ക് കൂട്ടുമ്പോൾ ടൂർ TA ആണ് എനിക്ക് ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ടൂർ TA വായിക്കാം. അതല്ല ട്രാൻസ്ഫർ TA ആണ് മോർ ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ TA വായിക്കാം. അത് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അത്രമാത്രം പഠിച്ചാൽ മതി. ഇഫ് ദ ടൂർ ടെമ്പററി ട്രാൻസ്ഫർ ഈസ് അഗെയിൻ ഓൺ ദ വേ കൺവേർട്ടഡ് ഇൻ ടു പെർമനന്റ് ട്രാൻസ്ഫർ, ഇറ്റ് ഈസ് ദ ഓപ്ഷൻ ഓഫ് ദ ഓഫീസർ വിച്ച് TA he has to claim. He can claim either ടൂർ TA or ട്രാൻസ്ഫർ TA. അതാണ് ട്രാൻസ്ഫർ TA എന്ന് പറഞ്ഞാൽ. ട്രാൻസ്ഫർ TA പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. DAയുടെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം.